12 മണിക്കൂർ കുട്ടി പൂജക്കാഴ്ചയാണെന്ന് കരുതി കുളത്തിൽ 3 പ്രാവശ്യം മുങ്ങി വരിക. ഈ കൊടുമഴ തവള അങ്ങനെ അവിടെ ഇരുത്താൻ പറ്റില്ല. കുട്ടി കുത്തുകളെ കേൾക്കുന്നത് വരെ എല്ലാം ചേർത്ത് നിന്നേ പറ്റൂ. പറ്റില്ലെന്ന് പാടില്ല. നീ ഫോട്ടോ നോക്കടാ. ഇതിലെ കൃഷ്ണനുണ്ണിയുടെ മുഖം നോക്കടാ. 1939 ജനുവരി മാസം 10-ാം തീയതി മുതൽ അങ്ങോട്ട് അച്ചടിച്ചു വന്ന പത്രങ്ങളാ. ഇതിലെ ഡീറ്റെയിൽ റിപ്പോർട്ട് പ്രകാരം ഇവൻ കോടതിയിൽ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതെന്താ? അപ്പൊ അവൻ കൊന്നത് തന്നെ. അറിയാം, എല്ലാം അറിയാം. ഞാനിപ്പോ എന്താ വേണ്ടേ? കൊല്ലത്തെ പെണ്ണിനെ പോയി കൊല്ലണോ? എന്നിട്ട് കോടതിയിൽ വിളിച്ച് കൂവണോ എന്നെ തൂക്കി കൊല്ലാൻ? അതും പോരെങ്കിൽ സ്വയം തന്നെ തള്ളി ചാകണോ? മുമ്പ് എങ്ങോ തൂക്കിലിട്ട് ഒരുത്തന്നെ പറയുകയും പറഞ്ഞു നീ അതാകും മറ്റേതാകും എന്നൊക്കെ ഭ്രാന്ത് പറയുന്നല്ലാതെ ആരെങ്കിലും എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്റെ ഉള്ളിലെ തീ അണയ്ക്കാൻ ഒരു ആശ്വാസം വാക്കാരെങ്കിലും പറയണുണ്ടോ? എന്റെ മനസ്സറിയാൻ ആരെങ്കിലും ഒരു ദയ കാണിക്കുന്നുണ്ടോ? തനിക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൂടണോ? എനിക്ക് മറ്റാരും ആണ്ട, ആരും കൊല്ലുകയും വേണ്ട. Do something to me or kill me. മനു, പഴുക്കപ്രായം മനസ്സിനുണ്ടടാ. ഇതുവരെ ഞാൻ കാത്തത് വെറുതെ ആയില്ല. I am going to recreate your dreams. I will try. That's the only weapon. Relax. Relax. ഒന്ന് ഡീറ്റെയിൽ ചെയ്യാവോ? സൂക്ഷിച്ചു നോക്ക്, വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? സൈഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? എന്താ അയാൾ ചെവിയിൽ പറഞ്ഞത്? Tell me more. Come on, tell me. ഇതിലേതെങ്കിലും നിന്റെ ഓർമ്മയിൽ വരുന്നുണ്ടോ? ഈ മുഖം, ശ്രീഹരൻ എന്ന പേര്? ഇല്ല, പക്ഷേ എവിടെയോ. നിനക്ക് ഓർക്കാൻ പറ്റും. യെസ്, ടൈം ഈസ് ക്രൂഷ്യൽ. നീ പെട്ടെന്ന് ഓർത്തു നോക്ക്. അവിടെ പൂജയ്ക്ക് വിളക്കെടുപ്പിന്റെ സമയമായി. ഓർത്തു നോക്ക്. Come on. ഈ രുദ്രാക്ഷമാല കണ്ടിട്ടുണ്ടോ? എവിടെയാണല്ലാതെ എപ്പോഴാ കണ്ടതെന്ന് ആലോചിക്ക. എനിക്കറിയാം ഇയാളാരാണെന്ന്.
ജീവിച്ചിരിപ്പുണ്ട്. ശ്രീഹരൻ തന്ത്രി, നിങ്ങളിപ്പോ എവിടെയാ? പറയൂ, എവിടെയാ? ആലത്തൂർ തെക്കേക്കൊല്ലത്ത. അവിടെ എന്ത് ചെയ്യാ? വിളക്കുകളൊക്കെ തേച്ച് മിനുക്കി കൊണ്ടുപോവാ. നല്ല രസമല്ലേ ഇത്? പറഞ്ഞ ഞാൻ അമ്മയോട് പറയുന്നുണ്ട്. തിരുമേനി, ഇത് കാണില്ലേ? ഞാൻ വെറുതെ ചെയ്തതാ. ഇനി ഇത് ആവർത്തിക്കില്ല. ഉണ്ണി ഇനി ഇവിടെ വരില്ല. കുട്ടിമണി വേണ്ട, പോ എന്റെ മുൻപിന്ന്. നിന്റെ കുട്ടിമണിയെ പറയണേ. ജീവിക്കണമെങ്കില് അത് കുട്ടിമാണിയോടത്ത് മാത്രം. ഇല്ലാച്ചാ ആരും നിന്നെ ജീവനോട് സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ട് വരിക ഉണ്ണി, വരാൻ വരിക. ഇങ്ങട് എന്നോടൊന്നും പറയണ്ട, ഇങ്ങോട്ട് വരിക. ഇങ്ങനെ തിളച്ച് മറിയാണ്ട് കുട്ടിമാനിക്ക് പറയാനുള്ള കേൾക്കുക. ഉണ്ണി, നിഷേധിച്ചതിന് മാപ്പ്. ഞാനങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ രാഹുലെ കൊന്നേനെയപ്പോ. ഇവിടെ രണ്ടാൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ കുട്ടിമണിക്ക്? തീരുമാനിച്ചു. കോലോത്തിന് എങ്ങനെയല്ലേ പോണം. വിരാജിതത്തിന് വിളക്കെടുത്ത് വരുമ്പോ ആരും കൂടി ഉണ്ടാവില്ല. നീ എന്താ ഇവിടെ? വിളക്കെടുത്ത് ഒളിച്ചോടാനുള്ള പുറപ്പാടാ. ആരും ഇവിടെ വരാൻ പാടില്ലെന്നറിയില്ല. കണ്ണിലെപ്പോഴും കുട്ടിമണിയാ, ഉള്ളില് ഇയാളുടെ ഗന്ധവും. എന്താ നീ പറയണേ? കുട്ടിമണിക്കറിയില്ല എന്ന് ഞാൻ ഇയാളുടെ മുറി വരണത്. എന്നിട്ട് ആ കിടക്കയില് മുഖമാഴ്ത്തി കിടക്കും. ഒരു പ്രത്യേക തിമിർപ്പാത്. അശ്രീകരം പറയാണ്ട് പോണുണ്ടോ നീ? കുട്ടിമണിക്ക് എന്താ എന്നോടിങ്ങനെ? നിക്ക് വിക്കുണ്ടായിട്ടാ? കാണാൻ ഇരുണ്ടുകൂടിയിട്ടാ? കൃഷ്ണനുണ്ണിയെ രാഹുലേനെ കൊണ്ട് അടിച്ചൊളിപ്പിക്കാൻ ഞാന്. എന്നിട്ട് രാഹുലേനെ കൊണ്ടുപോവാൻ ഇനി ഞാൻ പോലീസുകാർ കുറ്റിക്കൊടുക്കാം. പക്ഷെ ഇപ്പൊ അവന്റെ കൂടെ പോകരുത് കുട്ടിമാണി, പോകരുത്, പോകരുത് കുട്ടിമാണി. ഈ മോതിരം നീ ഇടണ്ട. ഇപ്പൊ ഞാനാ തീരുമാനിക്കാം. താടി നീ ഇപ്പൊ എങ്ങോട്ട് പോണില്ല. പോവാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടിമാണി, കുട്ടിമാണി, എന്താ കുട്ടിമാണി? അയ്യോ കുട്ടിമാണി. തിരുമേനി, ദേ ഇവൻ ഇവൻ നമ്മുടെ ശ്രീഹര, കോലോൻ രക്ഷിക്കണം, എന്റെ കുട്ടിയെ രക്ഷിക്കണം. ഞാൻ അപേക്ഷിക്കുകയാണ്. ചതിച്ചു അല്ലേ? ചതിച്ചു ഞാൻ. 6 വിരലുള്ള വെക്കന് വേണ്ടി ചതിച്ചു ഞാൻ, ചതിച്ചു.